നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലെന്ന് പ്രോസിക്യൂട്ടർ എം.ജെ. വിജയകുമാർ. മിറ്റിഗേഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം കോടതിയിൽ വാദം തുടർന്നേക്കും. പ്രതിയെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം. അതേസമയം പ്രതി ചെന്താമരയ്ക്ക് ഇന്നലെയും ഇന്നുമായി കൗൺസിലിംഗ് നൽകി. ജില്ലാ നിയമസഹായ വേദിയുടെ കൗൺസിലിംഗ് റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും വിധി പ്രസ്താവിക്കുക. ഒരു മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ട് ഒന്ന് വരാനുണ്ട്. അത് വന്നിട്ടില്ല കോടതിക്ക്. അവർ ഇന്നലെ പോയി അന്വേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഒന്ന് കോടതിക്ക് കൊടുക്കും. അത് കോടതി നാളെ കോടതിയിൽ അത് തുറക്കുമായിരിക്കും. അത് തുറന്നിട്ട് നമുക്ക് അതിൽ വാദങ്ങൾ വേണമെങ്കിൽ അതിൽ വാദങ്ങൾ നടത്താം. അത്രേ ഉള്ളൂ. നാളെ പ്രതിനെ ഹാജരാക്കില്ല. അവർ വീഡിയോ കോൺഫറൻസിങ് മുഖാന്തരമാണ് ഹാജരാക്കുക. നമ്മൾ ഇനി തെളിവുകളുടെ ഒരു ഇതിൻ്റെ ആവശ്യമില്ലാറില്ല. ഇപ്പോൾ സെൻറ്റൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ വാദിക്കേണ്ടത്. അപ്പോൾ സെൻറ്റൻസിൽ ഏതേത് സാഹചര്യം ഇയാൾക്ക് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ എന്താണെന്നാണ്. കാരണം അയാൾ 2019 ചെയ്തു, പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വന്നു, പിന്നെയും അയാൾ പ്രിപ്പറേഷനാണ് നടത്തിയത്. അപ്പോൾ ആദ്യം തന്നെ അയാൾക്ക് ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു, പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും അപ്പോൾ എവറിത്തിങ് ഇസ് പ്രീ പ്ലാൻഡ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾ പിന്നെ അയാൾ കോടതി വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇനിയും ചെയ്യുന്നതാണ്. പ്രൊബേഷണറി റിപ്പോർട്ടും ഇനിയും ചെയ്യുന്നതാണ്. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരുന്നു.